ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡെവലപ്മെൻറ്റ് ബയോളജിയിലെ കുറച്ച് തിയറീസ് നോക്കാൻ പോവാണ്. പ്രിഫോർമേഷൻ തിയറി, എപ്പിജെനറ്റിക് തിയറി, ജേം പ്ലാസം തിയറി, റീക്യാപിറ്റുലേഷൻ തിയറി. ഈ 4 തിയറികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് പ്രിഫോർമേഷൻ തിയറി എന്താണ് നോക്കാം. പ്രിഫോർമേഷൻ തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ മാർസലോ മാൽഫിജി. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഗാമീറ്റ്സ് കണ്ടെയ്ൻ എ പ്രീഫോം എംബ്രിയോ. ഗാമീറ്റ്സിൻ്റെ അകത്ത് ഓൾറെഡി ഒരു പ്രീഫോംഡ് എംബ്രിയോ ഉണ്ടെന്നും ആ എംബ്രിയോ ട്രാൻസ്പെറൻ്റ് ആണ്, സ്മോൾ ആണ്, അൺഫോൾഡഡ് ആണ്. ആൻഡ് വെൻ ദ എംബ്രിയോ ബിഗിൻസ് ടു ഡെവലപ്പ്, ഈ പാർട്ട് എന്ത് ചെയ്യും, ഗ്രോ ചെയ്യും, അൺഫോൾഡ് ചെയ്യും, സ്ട്രെച്ച് ചെയ്ത് അത് ഓർഗാനിസമായിട്ട് മാറുന്നു. അതായത് ഗാമീറ്റ്സിൻ്റെ അകത്ത് ഓൾറെഡി ഒരു പ്രീഫോംഡ് സ്റ്റേറ്റിൽ എംബ്രിയോ ഉണ്ട് എന്ന് വിശ്വസിച്ചവരാണ് എന്ന് വിശ്വസിച്ചവരാണ് നമ്മൾ പ്രീഫോർമലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പ്രീഫോർമലിസ്റ്റ്. ഇനി ഈ ഒരു തിയറി പേരാണ് പ്രീഫോർമേഷൻ തിയറി. ഈ തിയറി ആരെ കൊണ്ടുവന്നത് മാർസലോ മാൽഫിജി. ഇനി ഇത് സപ്പോർട്ട് ചെയ്തവരെ പ്രീഫോർമലിസ്റ്റ് എന്നല്ലേ പറയാം. ഈ പ്രീഫോർമലിസ്റ്റ് 2 ടൈപ്പ് ഉണ്ട്, ഓവിഡ്സും സ്പെർമിസ്റ്റ് അല്ലെങ്കിൽ ആനിമൽക്കുലിസ്റ്റ്. ഓവിഡ്സിൽ വരുന്നതാണ് മാൽഫിജി, സ്വാമഡാം, ഹോളർ, ബോണറ്റ് ആൻഡ് സ്പെല്ലസാനി. ഇവർ വിശ്വസിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ എംബ്രിയോ വാസ് പ്രിഫോംഡ് ഇൻ ഓവം ഹൂസ് ഗ്രോത്ത് വാസ് സ്റ്റിമുലേറ്റഡ് ബൈ സെമിനൽ ഫ്ലൂയിഡ്. എംബ്രിയോ വാസ് പ്രിഫോംഡ് ഇൻ ഗാമറ്റ് അല്ലേ നമ്മുടെ പ്രിഫോർമേഷൻ തിയറി. അപ്പോൾ ഈ ഒരു ഗാമറ്റ് ഓവമാണെന്നും ഈ ഓവം എന്തിൻ്റെ സ്റ്റിമുലേഷൻ കാരണം, സെമിനൽ ഫ്ലൂയിഡിൻ്റെ സ്റ്റിമുലേഷൻ കാരണം പിന്നെ ഗ്രോത്ത് അണ്ടർടേക്ക് ചെയ്യും എന്നാണ് ഓവിഡ്സ് വിശ്വസിച്ചത്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് മാൽഫിജി, സ്വാമഡാം, ഹോളർ, ബോണറ്റ്, സ്പെല്ലസാനി. അടുത്ത ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ, അതായത് പ്രിഫോർമേഷൻ തിയറിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് സ്പെർമിസ്റ്റ് അല്ലെങ്കിൽ ആനിമൽക്കുലിസ്റ്റ്. ഇവരുടെ ബിലീഫ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞാൽ പ്രീഫോംഡ് മിനിയേച്ചർ ഓർഗാനിസം വാസ് പ്രസന്റ് ഇൻ ദ ഹെഡ് ഓഫ് ദ സ്പെർം. സ്പെർമിൻ്റെ ഹെഡ് പൊസിഷനിൽ പ്രീഫോംഡ് ആയിട്ടുള്ള ഒരു മിനിയേച്ചർ ഓർഗാനിസം ഉണ്ടെന്നും ഈ ഒരു ഓർഗാനിസമാണ് പിന്നെ ഗ്രോത്ത് അച്ചീവ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ഓർഗാനിസമായിട്ട് മാറുന്നെന്നും ഈ ഒരു സ്മോൾ മിനിയേച്ചർ ഓർഗാനിസത്തിനെ ഹോമൻകുലസ്, ലിറ്റിൽ മാൻ ഓർ ആനിമൽക്യൂൾ എന്ന് അവർ വിശേഷിപ്പിച്ചു. ലീവൻ ഹ്യൂക്കാണ് ഹ്യൂമൻ സ്പെർമറ്റോസോവനെ 1675 സെമിനൽ ഫ്ലൂയിഡിൽ നിന്നും ഡിസ്കവർ ചെയ്തത്. ഹാർട്ട് സ്റ്റോക്കറാണ് സ്പെർമിൻ്റെ ഒരു ഡയഗ്രം, റെപ്രസെൻറ്റേറ്റീവ് ഡയഗ്രം നമുക്ക് ഇലിസ്ട്രേറ്റ് ചെയ്തത്. അടുത്ത തിയറിയാണ് എപ്പിജെനറ്റിക് തിയറി. ഈ ഒരു തിയറി കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ആണ് പ്രീഫോർമേഷൻ തിയറിന്. കാസ്പർ ഫ്രെഡറിക് വോൾഫ് ആണ് ഈ ഒരു തിയറി വിത്ത് എക്സ്പെരിമെൻ്റൽ എവിഡൻസിൽ ഈ ഒരു തിയറി ദാറ്റ് ഹാവ് നോ പ്രിഫോംഡ് എംബ്രിയോ എക്സിസ്റ്റഡ് ഇൻ ദ എഗ് ഓഫ് ദ ചിക്കൻ എന്ന എവിഡൻസ് തന്നോട് പ്രൂവ് ചെയ്യുന്ന തിയറിയാണ് എപ്പിജെനറ്റിക് തിയറി. ഈ ഒരു തിയറിയിൽ അദ്ദേഹം എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ തിയറിയായിട്ട് കൊണ്ടുവന്നത്. അതായത് he advocated that future embryonic regions of an egg are formed of granules or globules. ഗ്രാനുൾസ് ആയിട്ടോ ഗ്ലോബ്യൂൾസ് ആയിട്ടോ ആണ് ഈ ഒരു ഫ്യൂച്ചർ എംബ്രിയോണിക് റീജിയൻസ് ഒരു എഗ്ഗിൽ ഉണ്ടാകുന്നത്, വിച്ച് ഗ്രാജുവലി ഓർഗനൈസ്ഡ് ഫോം ജെർമിനൽ ലെയേഴ്സ്. അത് ഗ്രാജുവലി ജെർമിനൽ ലെയേഴ്സ് ആയി മാറി പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലൂടെ മാത്രമാണ് ഒരു എംബ്രിയോണിക് റീജിയൻസ് ഒരു ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാതെ ഒരു എംബ്രിയോ ഒരു പ്രിഫോംഡ് ആയിട്ട് ഒരിക്കലും പ്രസൻ്റ് ആയിട്ട് ഇല്ല, ഒരു ഗാമേറ്റ്സിൻ്റെ അകത്തും പ്രസൻ്റ് ആയിട്ട് ഇല്ല എന്നാണ് അദ്ദേഹം എക്സ്പെരിമെൻ്റലി ചിക്കൻ്റെ ഉള്ളിൽ ചെയ്തത്, തിയറിയായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്തത്. ദിസ് മെത്തേഡ് ഓഫ് പ്രോഗ്രസീവ് ഡെവലപ്മെൻറ്റ് ഫ്രം സിംപ്ലർ ടു മോർ കോംപ്ലക്സ് ഓർഗനൈസേഷൻ ത്രൂ യൂട്ടിലൈസേഷൻ ഓഫ് ബിൽഡിംഗ് യൂണിറ്റ്സ് ഇസ് കോൾഡ് എപ്പിജെനസിസ്. അപ്പോൾ എപ്പിജെനസിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, ഈ ഒരു സിംപ്ലറിന് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസം ബിൽഡിംഗ് ഒരു യൂട്ടിലൈസേഷൻ ഓഫ് ദ ബിൽഡിംഗ് യൂണിറ്റ്സ്, അതായത് ബിൽഡിംഗ് യൂണിറ്റ്സ് എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് മെല്ലെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എപ്പിജെനസിസ്. അപ്പോൾ ഈ ഒരു തിയറിൻ്റെ പേര് എപ്പിജെനറ്റിക് തിയറി എന്നാണ്. ഈ ഒരു തിയറി വൈഡ്ലി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാൾ ഏർണസ്റ്റ് വോൺ ബെയർ, ഫാദർ ഓഫ് മോഡേൺ എംബ്രിയോളജി, കൺഫേം ചെയ്തിട്ടുണ്ട് ഈ ഒരു എപ്പിജെനറ്റിക് തിയറി. നമുക്ക് അടുത്ത തിയറി ആയിട്ടുള്ള ജേം പ്ലാസം തിയറി നോക്കാം. ഈ ഒരു കോൺസെപ്റ്റിനെ ഫിസിക്കലായിട്ടുള്ള ബേസിസ് ഓഫ് ഹെറിഡിറ്റിയിലേക്ക് എക്സ്പ്രസ് ചെയ്ത് കൊണ്ടുവന്നൊരു ബയോളജിസ്റ്റ് ആയിരുന്നു ഓഗസ്റ്റ് വെയ്സ്മാൻ. അക്കോർഡിംഗ് ടു വെയ്സ്മാൻ, ബോഡി ഈസ് ഫോംഡ് ഓഫ് 2 ടൈപ്പ് ഓഫ് സെൽസ്, ദ സ്റ്റൊമാറ്റിക് സെൽസ് ആൻഡ് ദ ജേം സെൽസ്. അപ്പോൾ the bulk of the body is made up of is formed of somatic cells which disappear with the death of the animal and changes affecting ഈ ഒരു somatic cells affect ചെയ്യുന്ന ചേഞ്ചസ് ഒരിക്കലും ഇൻഹെറിറ്റബിൾ അല്ല എന്നും അദ്ദേഹം 2 ടൈപ്പ് ഓഫ് സെൽസ് പറഞ്ഞത്. ഒരു സെൽസാണ് somatic cells. അപ്പം somatic cells എന്ത് ചെയ്യും, ചേഞ്ചസ് ഒന്നും എഫക്ട് ചെയ്യുന്നില്ല, ഇൻഹെറിറ്റബിൾ അല്ല ചേഞ്ചസ്. ഇനി ജേം സെൽസ് ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ്, അതായത് ഗാമീറ്റ്സ് ആർ പാസ്ഡ് ഓൺ ടു ദ അപ്പം ഈ ഒരു ജേം സെൽസ് അല്ലെങ്കിൽ ഗാമീറ്റ്സ് ആർ പാസ്ഡ് ഓൺ ടു ദ ഓഫ്സ്പ്രിംഗ് ജനറേഷൻസ് ടു ജനറേഷൻ. അപ്പം ദെർഫോർ ഓൺലി ദ ചേഞ്ചസ് എഫക്റ്റിംഗ് ദീസ് സെൽസ് ആർ ഇൻഹെറിറ്റബിൾ. അപ്പം ജേം സെൽസിനെ എഫക്ട് ചെയ്യുന്ന ചേഞ്ചസ് എപ്പോഴും ഇൻഹെറിറ്റബിൾ ആണ്. ജേം സെൽ എന്ന് പറയുന്നത് ഹി പോസ്റ്റേറ്റഡ് ദാറ്റ് ദേ ആർ ദ യൂണിറ്റ്സ് ഓഫ് ഹെറിഡിറ്റി. അപ്പോൾ യൂണിറ്റ്സ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ജേം സെൽസ് ആണ്. അപ്പം ഈ കോൾഡ് ഇറ്റ് ആസ് ഇറ്റ്സ് ഓർ ഡിറ്റർമിനേറ്റ്. അടുത്ത തിയറിയാണ് റീക്യാപിറ്റുലേഷൻ തിയറി. ബേസ്ഡ് ഓൺ ദ എംബ്രിയോളജിക്കൽ details, the Fritz Müller and Ernest Haeckel formulated the recapitulation theory or biogenetic law. This theory holds that autogeny is a short recapitulation of phylogeny and phylogeny is a mechanical cause of autogeny. ഇവിടെ ഓട്ടോജനി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡെവലപ്മെൻറ്റൽ ഹിസ്റ്ററി എന്നാണ്. അതായത് ഡെവലപ്മെൻറ്റൽ ഹിസ്റ്ററി ഓഫ് ആൻ ഓർഗാനിസം ഇസ് എ ബ്രീഫ് റിപ്പറ്റേഷൻ ഓഫ് ദ എവല്യൂഷണറി ഹിസ്റ്ററി അല്ലെങ്കിൽ ഫൈലോജനി. അതായത് ഒരു മേജർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ് വെൻ വി ലുക്ക് അറ്റ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഓഫ് എംബ്രിയോ. അതായത് ഡിഫറെൻറ്റ് ഓർഗാനിസത്തിനും അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് നമുക്ക് നോക്കിയാൽ നമുക്കറിയാം എല്ലാ ഓർഗാനിസത്തിനും ഏകദേശം സെയിം ആയിരിക്കും ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. ആദ്യത്തെ ഒരു എംബ്രിയോണിക് സ്റ്റേജ് അതിൽ വരുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ എംബ്രിയോണിക് ആയിട്ടുള്ള ഏർലി സ്റ്റേജസിൽ നമുക്ക് എന്ത് ചെയ്യും, ഗിൽ സെൽസ് ഉണ്ടാവും. നമുക്കും ഫിഷിനെ പോലെ നമുക്കും ഗിൽ സെൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഓർഗാനിസത്തിനും ഒരേപോലെ ആയിരുന്നു ഡെവലപ്പ് ചെയ്യുന്ന ഒരു എംബ്രിയോണിക് സ്റ്റേജ് അധികം ഓർഗാനിസത്തിനും സിമിലർ ആയിരുന്നു. അപ്പം ഈ ഒരു കാരണം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ ഹിസ്റ്ററിയും ഫൈലോജനിയും ഇൻ്റർകണക്റ്റഡ് ആണ്. ഡെവലപ്മെൻറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്
ഒരു ഷോർട്ട് ഒരു റീക്യാപ്റ്റുലേഷൻ തന്നെയാണ് ഈ 4 തിയറി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.